ദ ജേർണലിസ്റ്റിലേക്ക്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ സുരേഷ് ഗോപി ഒരു പതാകയും പിടിച്ചുകൊണ്ട് തൃശ്ശൂരിൽ തെക്ക് വടക്ക് നടക്കുന്ന ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വല്ലാതെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യം ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ മാത്രമല്ല മലയാളികൾക്കിടയിലും വലിയ ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണം സുരേഷ് ഗോപി അദ്ദേഹം ഒരു സിനിമാറ്റിക് കളി തുടർന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ ദിനത്തിൽ ജനപ്രതിനിധികളായാലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളായാലും ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താറുണ്ട്. അങ്ങനെ ഉയർത്തുന്നു, അവിടെ ഒരു ചടങ്ങുണ്ടാകുന്നു, അതിനുശേഷം വൈകുന്നേരം ദേശീയ പതാക താഴ്ത്തുന്നു. ഇതാണ് സ്വാഭാവികമായി എല്ലായിടത്തും സംഭവിക്കാറ്. പക്ഷെ സുരേഷ് ഗോപി മാത്രം ഈ ബാലബുദ്ധി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പറഞ്ഞതുപോലെ കുട്ടിക്കളി കളിക്കുകയാണ് ദേശീയ പതാകയുമായി. അദ്ദേഹം ഇങ്ങനെ ദേശീയ പതാക പിടിച്ച് അതിവേഗത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് അദ്ദേഹം ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ശക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഉയരാനുള്ള കാരണം സുരേഷ് ഗോപിക്ക് ഇങ്ങനെയുള്ള ചില വീഡിയോകൾ ഉണ്ടാക്കി പുറത്തുവിടേണ്ട ആവശ്യം എന്താണ്? അതായത് സുരേഷ് ഗോപി എന്നത് തൃശ്ശൂരിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ച് അട്ടിമറി വിജയം നേടിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹം വർഷങ്ങളായി തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് നേടിയെടുത്ത വിജയമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിർണായകമായ ഒരു നടപടി തന്നെയായിരുന്നു അത്. പക്ഷെ അതിനുശേഷം സുരേഷ് ഗോപി വല്ലാതെ പരാജയപ്പെട്ടു പോയോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉയരാനുള്ള കാരണം എന്താണ്? വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് അതേപ്പറ്റി അഭിപ്രായം ചോദിച്ചു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് ചോദിച്ചു. ധാർഷ്ട്യം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ, ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത്. അത് പിന്നീട് സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോഴാണ് സുരേഷ് ഗോപിക്ക് കിളി പാറിയത്. സിനിമാ സ്റ്റൈൽ പരിപാടിയല്ല ഇവിടെ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും കാലം അദ്ദേഹം സിനിമാ സ്റ്റൈലിലാണ് ഓടിക്കൊണ്ടിരുന്നത് സമൂഹത്തിലൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ പിന്തുണയുണ്ടായിട്ടുണ്ട്, അത് വോട്ടായി മാറിയിട്ടുമുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധിയായ ശേഷം എടുത്തു പറയാവുന്ന എന്താണ് ഈ കാലത്തിനുള്ളിൽ സുരേഷ് ഗോപി ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം വട്ടപൂജ്യമാണെന്ന് പറയേണ്ടി വരും. ബജറ്റിൽ കേരളത്തിന് വേണ്ടി എന്ത് സുരേഷ് ഗോപി നേടി അല്ലെങ്കിൽ കൊണ്ടുവന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രഖ്യാപനത്തോടു കൂടി തെരഞ്ഞെടുപ്പിന് നേരിട്ടയാളാണ്. എന്നിട്ട് തൃശ്ശൂർക്കാർക്ക് അദ്ദേഹം എന്താണ് കൊടുത്തത്, എന്താണ് കൊണ്ടുവന്നത്? അദ്ദേഹം പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു, 1 കോടി രൂപ ശക്തൻ മാർക്കറ്റിന് കൊടുക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്, ഇല്ലെന്നല്ല. പക്ഷേ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജയിച്ചു പോയി കേന്ദ്രമന്ത്രിയായിട്ട് എന്താണ് കേരളത്തിന് ചെയ്തത്? കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന് എന്താണ് അദ്ദേഹം നേടിത്തന്നത്? നിർമ്മലാ സീതാരാമൻ എന്ന നമ്മുടെ ധനമന്ത്രി, അവർ സുരേഷ് ഗോപിയെ വല്ലാതെ അപമാനിച്ചു എന്ന് ജോൺ ബ്രിട്ടാസ് MP പാർലമെൻറ്റിൽ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. ആ സമയത്തും സുരേഷ് ഗോപി പറയുന്നത് താൻ എന്തെങ്കിലും ചെയ്തു എന്നല്ല, മറിച്ച് എന്തൊക്കെയോ തൻ്റെ മനസ്സിലുണ്ട്, അതൊക്കെ നടക്കും എന്ന രീതിയിലാണ് ഒരു വാഗ്ദാനമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അദ്ദേഹം ഇതുപോലെ പല ഗിമ്മിക്കുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റാൻ അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ നിലനിൽക്കാൻ അദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെ ചില ദൃശ്യങ്ങൾ, ദേശീയ പതാക പിടിച്ചോടുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില ഇമോഷണൽ ദൃശ്യങ്ങൾ, ഒരു സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നേരത്തെ പറഞ്ഞ വിവാദത്തിന് ശേഷം ഭയന്നിട്ടാണ് സുരേഷ് ഗോപി വയനാട്ടിലെത്തിയത് എന്ന് പറയേണ്ടി വരും. കാരണം അതുവരെ അദ്ദേഹം ചോദിക്കുന്നവരോടൊക്കെ ധാർഷ്ട്യം കലർന്ന സമീപനമായിരുന്നു. പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ പിന്നെ സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതുപോലെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോഴും അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപിയേക്കാളേറെ, വളരെയേറെ ജോർജ് കുര്യൻ എന്ന കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വയനാട്ടിൽ ആദ്യ ദിനം തന്നെ ഉണ്ടായിരുന്നു. മുഴുവൻ കാര്യങ്ങളും ക്രോഡീകരിച്ചു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചു. അപ്പോഴൊക്കെ സുരേഷ് ഗോപി നിഷ്പ്രഭനായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാകണം പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ, വയനാട്ടിൽ വന്നപ്പോൾ സുരേഷ് ഗോപി ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ജയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണെന്ന് പറയാം. പക്ഷേ അതിനപ്പുറം അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇതുപോലെ ചില ഗിമ്മിക്ക് വീഡിയോസ് നൽകുന്നു എന്നതിനപ്പുറം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാകും സമീപ ഭാവിയിൽ എന്ന് പറയേണ്ടി വരും. BJPക്ക് അതൊരു ബാധ്യതയുമായി മാറും. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് BJPക്ക് ഒരു MP ഉണ്ടാകുന്നത്. അതായത് ഓട് പൊളിച്ച്
കേന്ദ്രമന്ത്രിയായ ആളുകളുണ്ട്, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എം പിമാരുണ്ടാകാം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചൊരു എം പി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. 5 മന്ത്രിമാരുടെ പണി ഞാൻ ഒന്നിച്ചു നിന്ന് ചെയ്യിപ്പിക്കുമെന്നൊക്കെ എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ തള്ളാണ് എന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാർ ഒന്നടങ്കം പറയും. അത് അധികം വൈകാതെ സുരേഷ് ഗോപിക്കും BJPക്കും വലിയ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളേറെയാണ്. കുറഞ്ഞത് ഇത്തരം ഗിമ്മിക്കുകളുള്ള വീഡിയോസ് ഉണ്ടാക്കുന്ന പണിയെങ്കിലും സിനിമ സ്റ്റൈൽ, സ്ക്രിപ്റ്റഡ് സ്റ്റൈൽ പരിപാടികൾ നിർത്തുന്ന കാര്യത്തെക്കുറിച്ചെങ്കിലും സുരേഷ് ഗോപി ആലോചിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വോട്ടർമാർ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ അധികം സമയം വേണ്ടി വരില്ല.